ഗുരുജി, അപ്പോൾ അഷ്ടാംഗയോഗം തീരുന്നിടത്തുനിന്നാണോ കുണ്ടലിനി യോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നു. അഷ്ടാംഗയോഗം സമാധിയിലല്ലേ അവസാനിക്കുന്നത്? സമാധിയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം? ജ്ഞാനികൾക്ക് സമാധി ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അവിടെ കുണ്ടലിനി ഉത്ഥാനം നടക്കണമെന്നില്ലല്ലോ. സിദ്ധികളെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ കുണ്ടലിനി ഉത്ഥാനം എവിടെയാ അഷ്ടാംഗയോഗത്തിൽ പറയുന്നത്? അപ്പൊ സമാധി തന്നെയല്ലേ കുണ്ടലിനി ഉത്ഥാനം? ആവശ്യമില്ലല്ലോ, നേരിട്ട് പോകാമല്ലോ. ബോധമനസ്സിൽ നിന്നും അവബോധ മനസ്സിലേക്ക് നേരിട്ട് കിടക്കാമല്ലോ. 7 ചക്രങ്ങളെ പറ്റിയല്ലേ പറയുന്നുള്ളൂ. മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയല്ലേ പറയുന്നുള്ളൂ. അതെ. ബാക്കിയുള്ള അതോ 14 ലോകം, 14 ലോകം എന്നല്ലേ പറയുന്നത്. ബാക്കി 7 ലോകത്തെ പറ്റി എവിടെയാ പറയുന്നത്? അപ്പൊ ഈ പറയുന്ന പോലെ 7 എണ്ണം താഴേക്കുണ്ട്. 7 എണ്ണം താഴേക്കുണ്ട്. അതിന്റെ തമോമയമായ രൂപങ്ങളില്ലേ? കുണ്ടലിനി യോഗത്തിൽ അവിടേക്കും പോകണം. അല്ലാതെ ഉള്ളത് ജ്ഞാന കുണ്ടലിനി മാർഗത്തിൽ ആവശ്യമില്ല. ജ്ഞാനകുണ്ടലിനി എന്ന് പറഞ്ഞാൽ ജ്ഞാനകുണ്ടലിക്കകത്ത് മുകളിലേക്കുള്ള ചക്രങ്ങളും കുണ്ടലിനി ഉത്ഥാനം ഇത്രയാണ് ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കാപാലിക മാർഗത്തിലല്ലേ, അഘോര മാർഗത്തിൽ അങ്ങനെയല്ല. കാപാലികം എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അഘോരവും കാപാലികവും രണ്ടാണ്. അല്ല, അഘോരം ഉണ്ടായത് കാപാലികത്തിൽ നിന്നാണ്. കാപാലികം പല വഴികളുണ്ടായിരുന്നില്ലേ? അതായത് ശൈവത്തിൽ തന്നെ അനേകം പിരിവുകൾ ഉണ്ടായില്ല. ഒന്നാണ് കാപാലികവും അഘോരവും. അതിന്റെ ഭാഗമായി അഘോരവും ഒക്കെ വന്നു വിട്ടു. കാപാലികം എന്ന് വെച്ചാൽ കപാലം. കപാലം എന്നല്ലാതെ ഈ തലയോട് കാലിയാക്കിയവൻ അർത്ഥം. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവൻ, അത് കാലിയാവൻ, ശൂന്യമാവൻ, ശുദ്ധമാവൻ എന്നൊക്കെ അതിന്റെ അർത്ഥം. അല്ലാതെ തലയോട് ചുവന്നു നടക്കാന്നല്ല. ഈ ശൂന്യമായ പിന്നെ ഇതിൻ്റെ തത്വം ഉള്ളത് ചിന്തകളില്ല, വിചാരങ്ങൾ ശൂന്യമായവൻ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. പക്ഷേ പിൽക്കാലത്ത് സമ്പ്രദായമായപ്പോൾ ഒരു തലയോട്ടി എടുത്തുകൊണ്ട് നടക്കുന്നവനായി, ഒരു വടിയും പിടിച്ച് തലയോട്ടി കൊണ്ട് നടക്കുന്നവൻ കാപാലികനായി. പിന്നെ അത് തന്നെ അഘോരമായി. അഘോര പദത്തിന്റെ അർത്ഥം തന്നെ സൗമ്യൻ, സ്വാഭാവികൻ എന്നൊക്കെയല്ലേ? പക്ഷെ അതെല്ലാം തലതിരിഞ്ഞു പോയി. അപ്പൊ കാപാലിക മാർഗത്തിൽ നിന്നാണ് ഈ അഘോര സമ്പ്രദായമായി ഉടലെടുത്തത്. ഇത് ഗാണപത്യം, ശൈവം, വൈഷ്ണവം, ബൗദ്ധം, ജൈനം തുടങ്ങിയ അനേക സമ്പ്രദായങ്ങൾ ചേർന്നാണല്ലോ ഈ സനാതനധർമ്മം. ഇതെല്ലാം പല സമ്പ്രദായങ്ങളാണ്. അതിലൊരു സമ്പ്രദായം കാപാലികമാണ്. ഈ ബൗദ്ധം ജൈനവും ഒക്കെ നമുക്ക് ഇതിൽ ചേർത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും സനാതന ഭാഗങ്ങളാണ്. എന്തിന്? ഇന്ന് വരുന്ന ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ജുഡായിസവും ടാവോയിസവും ഒക്കെ സനാതന ഭാഗങ്ങൾ തന്നെയാണ്. എല്ലാം സനാതനമാണ്. സനാതനം എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെന്നും ഉള്ളത്, എന്നും നിലനിൽക്കുന്നത്. പക്ഷെ എന്നും നിലനിൽക്കുന്ന ഒരു സാധനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം മാറില്ലേ? എല്ലാം മാറുമെങ്കിലും ആ മാറുന്ന നിലയ്ക്ക് ആധാരമായി നിൽക്കുന്ന ഒന്നുണ്ട്. അതിനെ ഞങ്ങൾ ശിവം എന്ന് വിളിക്കുന്നു, സാധാരണ സത്യം എന്ന് വിളിക്കുന്നു. അത് തന്നെ മൗനം, ശാന്തി എന്നും വിളിക്കുന്നു. ഗുരുജി ഈ പറഞ്ഞ അധോലോകങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, 7 എണ്ണം, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ സാധിക്കൂ? നമ്മൾ യക്ഷ, ഗന്ധർവ, രാക്ഷസ, പിശാച് എന്നൊക്കെ പറയത്തില്ലേ? ഇങ്ങനെ അനേക ഇരുണ്ട മൂർത്തികളുണ്ട്. എന്തൊക്കെ നമ്മൾ ഇവിടെ കാണുന്നു അതെല്ലാം താഴെയുണ്ട്. ഇതിൻ്റെയൊക്കെ തമോ മൂർത്തികൾ. എന്തുണ്ടായാലും അതിന് നിഴലുണ്ടല്ലോ. നീ ഉണ്ടെങ്കിൽ അതിൽ ബോധപ്രകാശം അടിക്കുന്ന അതിന് നിഴലുണ്ടാവും. ഇതൊക്കെ നിഴലിൻ്റെ ലോകങ്ങളാണ്. ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ? ഇരുണ്ട ലോകം അനുഭവിക്കുന്നതിന് അറിയാൻ പറ്റൂ. വെറുതെ അതിനെപ്പറ്റി കൂടുതൽ തലയിൽ പുണ്ണാക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മുടെ മനസ്സുമായിട്ട് ഇതിനെങ്ങനെയാ കണക്ഷൻ? മനസ്സിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഇരുണ്ടത്, ഒന്ന് പ്രകാശമാനമായത്. മനസ്സിന്റെ അഗാധമായ ഇരുളിമയാണ് ഈ അധോലോകം. മനസ്സിന്റെ പ്രകാശമാനമായ, അതായത് ബോധപ്രകാശം, സൂര്യപ്രകാശം, അത് അടിക്കുമ്പോഴത്തേക്കെല്ലാം തെളിഞ്ഞ് കാണാമല്ലോ കാര്യങ്ങൾ. അതിൻ്റെ ലോകമാണ് മുകളിലുള്ള 7 ലോകങ്ങൾ. അവിടെ പ്രകാശമുണ്ട്. അധോലോകത്ത് പോകുമ്പോൾ പ്രകാശമില്ല. മൂലാധാരം തൊട്ട് താഴോട്ട് ഇരുട്ടാണ്. അതല്ലേ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് നേരത്തെ പറഞ്ഞ? അൺകോൺഷ്യസ് മൈൻഡ് എന്ന് ഞാൻ അതിനെ വിളിക്കണോ? അധോലോകത്തെ അങ്ങനെയാ വിളിക്കാം. കോൺഷ്യസ് മൈൻഡിനെ അങ്ങനെയല്ലേ അതിനെ വിളിക്കേണ്ടത്? നമ്മുടെ ബോധം ചില സമയത്ത് അതിനെ ആക്സസ് ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ ആളുകൾ കണ്ടു എന്ന് പറയുന്നതെന്ന് പറഞ്ഞില്ലേ? ചിലവർക്ക് യാദൃച്ഛികമായോ ചിലർക്ക് ജന്മനാന്യങ്ങളുള്ള ചില കാഴ്ചകൾ കാണും. അവർക്ക് നേരെ കാണുന്നതാ. അതുകൊണ്ട് ഒരു രൂപം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയും. നമുക്ക് ഹാലൂസിനേഷൻ എന്നൊക്കെ അതിനെ പറയാം. പക്ഷെ അവർ കാണുന്നതാണ്.
അവരുടെ ബോധം ആ മേഖലകളെ സ്പർശിക്കുന്നുണ്ട്, അവർക്ക് അത്തരം കാഴ്ചകളൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ നമ്മളെന്ന് പറയുന്ന ഈ ഇഡലിയും ദോശയും സാമ്പാറും ചോറും ഒക്കെ അല്ലേ? ഞാനെന്നിപ്പോ ഞാൻ വിളിക്കുന്നത് ഈ ശരീരത്തെ അല്ലേ? ഇനി മനസ്സാകുന്ന ഞാനൊന്നുണ്ടല്ലോ, അതിനെയോട്ട് കാണാനും പറ്റണില്ല. ഇനി മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ഒരു ഞാനില്ലേ? മനസ്സൊതുങ്ങുമ്പോൾ ശാന്തമാകുന്ന ഒരു ഞാൻ, ഈ മനസ്സിന്റെ കളികളെ കാണുന്ന ഒരു ഞാനില്ലേ? അങ്ങനെ എനിക്ക് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അതിനപ്പുറമായ ബോധം, ഇങ്ങനെ അവസ്ഥകളുണ്ട്. ഇതിനെയൊക്കെ വിചിന്തനം ചെയ്ത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഗുരുക്കന്മാർ പലതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നതെല്ലാം കൂടെ കൂടിക്കലർന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയി. കാരണം എന്താ? ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കാതെ അനേകം ഗ്രന്ഥങ്ങളിൽ നിന്നും അനേകം ഗുരുക്കന്മാരിൽ നിന്നും പലതും ഗ്രഹിച്ച് ഏകാഗ്രത ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് വന്നുപെട്ടിരിക്കുന്ന പ്രശ്നമാണ് ഇന്നീ കാണുന്ന വളരെ ശുദ്ധവും വളരെ ഗുണകരവും വളരെ എളുപ്പം മനുഷ്യനെ എത്തിക്കുന്ന പല മാർഗങ്ങളും ദുഷിച്ച് വശായി പോയിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്. കാലഘട്ടത്തിൻ്റെ ഒഴുക്ക് അത് തന്നെ. ഇപ്പം മനസ്സൊതുങ്ങിയാലാണോ ഈ ബോധം തിരിച്ചറിയാൻ പറ്റുള്ളൂ? ബോധം തെളിഞ്ഞാൽ മനസ്സൊതുങ്ങും. പക്ഷെ അപ്പൊ നമ്മൾ യോഗത്തിലെല്ലാം ചെയ്യുന്ന മനസ്സിനെ ഒതുക്കുന്ന പരിപാടിയല്ലേ? മനസ്സിനെ ആർക്കെങ്കിലും ഒതുക്കാൻ പറ്റുമോ? മനസ്സിനെ ആർക്കും ഒതുക്കാൻ പറ്റില്ല. മനസ്സെന്ന് വെച്ചാൽ സർവം വ്യാപ്തമായിരിക്കുന്ന പരാശക്തിയാ മനസ്സ്. അതിനെ ആർക്കും ഒതുക്കാൻ പറ്റുക? അതെങ്ങനെ മനസ്സിനെ ഒതുക്കുക? ബോധത്തെ തെളിച്ചെടുക്കാം. സുഷുമ്നയിലൂടെ കുണ്ടലിനെ ഉത്ഥാനം ചെയ്യുമ്പോൾ ഗുരുവില്ലേ ഇതിൻ്റെ അകത്ത്? ഗുരുവല്ലേ ഇത് പ്രവർത്തിപ്പിക്കുന്നത്? ഞാനല്ലല്ലോ. ആ ഗുരുവിന് അധീനമായിരിക്കുന്ന മനസ്സാണ് ഞാൻ ഒതുങ്ങി കൊടുക്കുകയല്ലേ ചെയ്യുക. ഗുരു അത് ചെയ്തോട്ടെ. അതിനാ പറയുന്നത് സമർപ്പണം വേണമെന്ന്. സമർപ്പണം ഇല്ല, ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇതാണ് അർത്ഥം. സമർപ്പണം എന്നുള്ള വാക്കുകൊണ്ട് അവിടെ എന്താ ഉദ്ദേശിച്ചത്? ഇംഗ്ലീഷിൽ അക്സെപ്റ്റൻസ്, സറണ്ടർ എന്നൊക്കെ പറയും. ഇവിടെ ഗുരു ശിഷ്യന് അല്ലല്ലോ അധീനമാവേണ്ടത്, ശിഷ്യൻ ഗുരുവിനല്ലേ. നമ്മളെന്താ ചെയ്യുന്നത്? എനിക്ക് പറ്റിയ ഗുരുവാണോന്ന് അന്വേഷിച്ച് നടക്കുക. ഞാൻ നല്ല ശിഷ്യനാണോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ടോ? എനിക്ക് ശിഷ്യനാവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ടോ? എന്തൊക്കെയാ യോഗ്യതകൾ? അത് നമ്മളെങ്ങനെ തിരിച്ചറിയും? ശിഷ്യനാണ് ഗുരുവിൽ ഭക്തി ഉണ്ടാവണം, ഗുരുവിനോട് പ്രേമം ഉണ്ടാവണം, ഗുരുവിന് അധീനായി കൊടുക്കണം. ആ ഗുരുസത്യം എന്നോട് പ്രവർത്തിച്ചോളും. ആ അവസ്ഥയിലെത്തിക്കും. ഗുരു ഏതവസ്ഥയാണോ ആ അവസ്ഥയേക്കാൾ ഉന്നതാവസ്ഥയിൽ നിന്നെ എത്തിക്കും. അതാ ഗുരുവിന്റെ ധർമ്മം. അതിന് ആദ്യം നിന്നെ തല്ലിപ്പൊട്ടിക്കണ്ടേ? നീ ഓൾറെഡി ഒരു ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടല്ലേ പോയിരിക്കണേ. നിന്റെ ഈ കെട്ടിടത്തെല്ലാം തല്ലിപ്പൊട്ടിച്ച് പുതിയ വാനമൊക്കെ മാന്തി പുതിയൊരു കെട്ടിടം പണിയിപ്പിക്കും. ലോകം നോക്കും നീ അത് തന്നെ. പക്ഷെ നിനക്കറിയാം നീ അതല്ല എന്ന്. നീ മരിച്ചു, വീണ്ടും ജനിച്ചു. അപ്പൊ നിന്റെ പേര് ദ്വിജൻ, രണ്ടാമത് ജനിച്ചവൻ എന്ന് വിളിക്കും. അവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ. ആ ബ്രഹ്മസത്യത്തെ അറിഞ്ഞവൻ, ബ്രഹ്മസത്യം ഉണർന്നവൻ, അവനാണ് ബ്രാഹ്മണൻ. അവനെ ആര്യനെന്നും വിളിക്കും. ശ്രേഷ്ഠൻ. എന്ത് ശ്രേഷ്ഠതയാ? അവൻ നോക്കുമ്പോൾ എല്ലായിടത്തും അവൻ്റെ ഗുരുവാ കാണുന്നത്. മറ്റുള്ളവരെ വിളിക്കുന്ന പേരാ ഇതൊക്കെ. അവനോ സദാ ശിഷ്യനായിരിക്കും. ശിഷ്യത്വമാണ് സമ്പാദിക്കേണ്ടത്, ഗുരുത്വമല്ല. ശിഷ്യനായി മാറുക, നല്ല ഒരു ഉത്തമ ശിഷ്യനാവുക. അതല്ലാതെ ഈ മാർഗം എങ്ങും എത്തിപ്പെടാൻ സാധ്യമല്ല. ബാക്കിയൊക്കെ അഹങ്കാരത്തിൻ്റെ കളികളാണ്. ഈ അവസ്ഥ എത്തിപ്പെടുന്നതിനാണ് സമർപ്പണം, സറണ്ടർ, അക്സെപ്റ്റൻസ് എന്നൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കുന്നത്. എത്ര എളുപ്പമാണ് നമുക്ക് ഒരാളുടെ മുന്നിൽ സറണ്ടർ ചെയ്യാൻ? അതികഠിനമാണ്. സമർപ്പണം വേണമെങ്കിലും ഗുരുകൃപ വേണം. കേവലം ഗുരുകൃപ. ഗുരുവില്ലാതെ എങ്ങനെയാ മുന്നോട്ട് പോകാൻ നടക്കുക? കാരണം ഞാൻ ഇരിക്കുന്ന കസേര, ഈ കസേര എനിക്കെടുത്ത് മാറ്റി വെക്കണം. ഞാൻ എഴുന്നേക്കാതെ പറ്റുമോ? ഈ എൻ്റെ ശരീരത്തെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ. ശരീരമാണ് ഞാനെന്ന ഉത്തമ ബോധ്യത്തോടല്ലേ മനസ്സെൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. ആണോ അല്ലയോ? അതെ. ഈ ശരീരമാകുന്ന കസേരയിൽ ഞാൻ ഇരിക്കുന്നു. എന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ എനിക്ക് സാധിക്കുമോ? ഈ ശരീരമാകുന്ന കസേരയിൽ മനസ്സാകുന്ന ഞാനിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരണ്ടേ? നീ മനസ്സല്ല, നീ ബുദ്ധിയല്ല, നീ അഹങ്കാരമല്ല, ചിത്തമല്ല, നീ പ്രാണസംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്ന പഞ്ചപ്രാണനല്ല, നിനക്ക് ബന്ധമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് മോക്ഷം പോലുമില്ല എന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്ന ആരാണ്? നിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി തരുമ്പോൾ
ആ സ്വരൂപമായി കാണപ്പെടുന്ന ആരാണ്? നിന്റെ സാക്ഷാത് ഗുരുദേവൻ തന്നെയാണ്. ചിദാനന്ദ രൂപമായിരിക്കുന്ന ശിവനാണ് നീ എന്ന് തെളിച്ചു തരുന്നവൻ. അതാണ് ഗുരു. നിന്റെ ഘാതകനാ, നിന്റെ അന്തകനാ ഗുരു. നീ എന്ന അഹങ്കാരത്തിന്റെ അന്തകനും നീ എന്ന ബോധത്തിന്റെ ഉദയസ്ഥാനവും. അല്ല, നിന്നെ ക്ലാസ് എടുക്കുന്ന ആളൊന്നും അല്ല, നിന്നെ പഠിപ്പിക്കുന്ന ആളൊന്നും അല്ല ഗുരു എന്ന് അങ്ങനെയൊക്കെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അതാ ആചാര്യന്മാര്, ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നവര്, അധ്യാപകര്. ഇതൊക്കെ തിരിച്ചറിയണം. ശിഷ്യനെ സംബന്ധിച്ച് എല്ലാം ഗുരുവാ. എല്ലാ കണ്ണുകളിൽ നിന്നും, എല്ലാ വാക്കുകൾ ശബ്ദത്തിൽ നിന്നും അവൻ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി അവനെ പഠിപ്പിക്കും. പ്രകൃതി അവന്റെ ഗുരുവായി മാറും. ലോകത്തുള്ള സകലതും അവന്റെ ഗുരുവായി മാറും. പക്ഷെ അതിന് ശിഷ്യത്വം സമ്പാദിക്കണ്ടേ? ശിഷ്യത്വം സമ്പാദിക്കുക തന്നെ വേണം. സാധന കൊണ്ട് ശിഷ്യത്വമാണ് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, സാക്ഷാത്കാരം അത് നിനക്ക് ഓൾറെഡി ഉള്ളതാ. നീ ഈശ്വരൻ തന്നെയാ. ശിഷ്യത്വം എങ്ങനെ സമ്പാദിക്കുന്നത്? ഗുരുവിന് അധീനമായി കൊടുക്കുമ്പോൾ ശിഷ്യത്വം ഉണർന്നു വരും എന്നല്ലേ പറയാൻ പറ്റും.